السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. മേൽമയിൽ സ്വൽപ്പം പറയുന്നു ഞാനിപ്പോൾ, മേൽമ പറകിലോ ഫലവണ്ണം ഉള്ളോവർ, ഫലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നു ഭാഗ്യം ഉള്ളോവർ. ഇതിനെ പാടിച്ചോർ കണ്ടന്നാരിവാളൻ കാട്ടിത്താരും പോലെ ഖാലി മുഹമ്മദെന്ന് പേരുള്ളോവർ. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ. കുർബ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ബിൽ കുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഹീദ്ദീൻ മാല ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനവറുകളുടെ പോരിശകൾ ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വർണ്ണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ 11, 12, 13, 14 വരികളാണ് ഇപ്പോൾ ഞാൻ ചൊല്ലിവെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വരിയിൽ പറയുന്നത്, മേൽമയിൽ സ്വൽപ്പം പറയുന്നു ഞാനിപ്പോൾ, മേൽമ പറകിലെ പലവണ്ണം ഉള്ളവർ. മഹാനായ ഷെയ്ഖ് ഖുത്ബുൽ അഖ്താബ് തങ്ങളവറുകളുടെ മഹത്വം സ്വൽപ്പം, അല്പം ഞാൻ പറയുകയാണ്. ഞാനിവിടെ പറയുകയാണെങ്കിൽ, അവരുടെ മഹത്വം പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്, വിശദീകരിച്ച് തീർക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ബൈത്തിന്റെ അർത്ഥം. അതുപോലെ പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നു പാഭാഗ്യമുള്ളോവർ. ഇതിനെ പാടിച്ചോവർ. പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ശൈഖ് അവറുകളുടെ ചരിത്രം മറ്റും പറയുന്ന അവലംബ ഗ്രന്ഥങ്ങളിൽ നിന്ന് വേണ്ടത് കടഞ്ഞെടുത്ത് ബൈത്താക്കി ചൊല്ലുകയാണ് ഞാൻ. മാലയെ പഠിക്കുന്നവർ ഭാഗ്യം ഉള്ളവർ തന്നെയാണ് എന്നാണ് ഈ പദ്യത്തിന്റെ ആശയം. അതായത് മഹാനായ ഷെയ്ഖ് ജീലാനിയുടെ ചരിത്രം ധാരാളം ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ അങ്ങേയറ്റം പ്രസക്തമായത്, ഏറ്റവും അനുയോജ്യമായത് ആ കിതാബുകളിൽ നിന്നെല്ലാം നോക്കി പ്രസക്തമായത് കടഞ്ഞെടുത്ത് സമൂഹത്തിൽ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് സമൂഹത്തിൽ ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങൾ കൃത്യമായി ക്രോഡീകരിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ലൊരു രചനയാണ് ഞാൻ നടത്തുന്നത്. ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഈ മഹത്തായ ഗ്രന്ഥം പഠിക്കുന്നവർ അവർ ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളവർ ഇതിനെ പാടിച്ചോവർ. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഭാഗ്യം, ഈ മഹത്തായ ഗ്രന്ഥം പഠിക്കുന്നവര് അവര് ഭാഗ്യമുള്ളവരാണ്. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്നേഹവും അവരുടെ പൊരുത്തവും മനസ്സിൽ കൂടാനും അവരുടെ മാതൃകാപരമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു നന്മയിലേക്ക് തെളിച്ചുകൊണ്ട് പോകുവാനും ഇത് മുഖേന സാധിക്കും എന്നാണ് ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ മാല പഠിക്കുന്നതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ മുഹീദ്ദീൻ മാല പഠിക്കാൻ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്
മഹാനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. അവർ ആരാണെന്ന് അടുത്ത് നമ്മൾക്ക് പറയാം. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നത് അത് ഈമാനിൻ്റെ വലിയ ഒരു സുഹൃതമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു സ്നേഹിച്ചവരെ, അള്ളാഹു ആദരിച്ചവരെ ആദരിക്കൽ, അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കൽ, ഇത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്, ഈമാനിൻ്റെ വലിയ ഒരു സുഹൃതമാണത്. ആ സുഹൃതത്തിന് വേദി ഒരുങ്ങുക കൂടിയാണ് ഈ മാല പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോട് മതിപ്പ് തോന്നുക എന്നത് ഈമാനികമായ പുരോഗതിയും അവരെ അപഹാസ്യപ്പെടുത്തല്, അവരോട് മതിപ്പുകേട് തോന്നുന്നത് അങ്ങേയറ്റം പരാജയത്തിൻ്റെ തുടക്കവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മാല ഭാഗ്യമുള്ളവരെ പഠിക്കൂ എന്നതിൻ്റെ ആശയവും പൊരുളും നാം മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം ഭാഗ്യമുള്ളവർക്ക് മാത്രമേ എന്താക്കുള്ളൂ ഇത് പഠിക്കാനേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ കണ്ടന്നാരിവാളൻ കാട്ടിത്താരും പോലെ കളി മോഹമ്മോദ എന്ന് പേരുള്ളവർ, അറിവുള്ള ആളുകൾ, പണ്ഡിതന്മാര്, നല്ല മല പോലെ അറിവുള്ള, നല്ലതുപോലെ കിതാബും ഖുർആനും ഹദീസും ഒക്കെ നല്ലതുപോലെ പഠിച്ച പണ്ഡിതന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ഖാദി മുഹമ്മദ് എന്നുള്ള പേരുള്ള വ്യക്തിയാണ് ഈ മാലകൾ രചിച്ചിട്ടുള്ളത്. കോഴിക്കോട് എന്ന പ്രദേശത്ത് ജനിച്ച ആളാണ് ഖാദി മുഹമ്മദ് എന്നവര്. ഖാദി മുഹമ്മദ എന്ന് പേരുള്ളവർ. അദ്ദേഹം ഇത് കൃത്യമായി ക്രോഡീകരിച്ച് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് ഈ മാലയുടെ ചുരുക്കം. അതായത് രണ്ട് കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതില്. ഒന്ന്, ഖാദി മുഹമ്മദ് എന്നവർ സ്വന്തം വകയായി ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. വലിയ പണ്ഡിതനാണ് മഹാനവറുകൾ. അവരുടെ വക ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് വിവരമുള്ള പണ്ഡിതന്മാരും യോഗ്യരായ പണ്ഡിതന്മാരും മഹാന്മാരും കൃത്യമായി രേഖപ്പെടുത്തുകയും പറയുകയും ചെയ്തിട്ടുള്ള തെളിവുകളിൽ നിന്നാണ് മാലയുടെ അവലംബം ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ഗ്രന്ഥം രചിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ഗ്രന്ഥം രചിക്കുമ്പോൾ ആ രചയിതാവിനെ പരിചയപ്പെടുത്തുക എന്നത് ഗ്രന്ഥത്തിന്റെ സാധാരണ സ്വീകരിക്കുന്ന ഒരു ധർമ്മമാണ്. ആ നിലക്കാണ് മഹാനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ആരാണ് ഖാദി മുഹമ്മദ്? അങ്ങേയറ്റം പാണ്ഡിത്യത്തിന്റെ ഉന്നത നിലവാരത്തിലുള്ള വലിയ മല പോലെയുള്ള പണ്ഡിതനാണ്. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാമനുഷ്യാണ് അദ്ദേഹം. കോഴിക്കോട്ടുത്തോറ തന്നിൽ പിറന്നോവർ കൊർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് അത്തൂറ എന്ന് പറയുന്നത് ഒരു തുറമുഖ പ്രദേശത്ത്, ഒരു തുറമുഖം എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ഒരു പ്രദേശം എന്ന അർത്ഥത്തിലോ സാധാരണഗതിയിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ കോഴിക്കോടാണ് തൻ്റെ ജനനം കൃത്യമായി ക്രോഡീകരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകമായ ഒരു നിലപാടാണ് മാലയിൽ മഹാനവറുകൾ സ്വീകരിച്ചിട്ടുള്ളത്.
മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട്, മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് മുഹീദ്ദീൻമാർ നല്ലതുപോലെ പഠിക്കുവാനും അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.